ഇപ്പോൾ രാജ്യത്ത് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വരിവരിയായി അരങ്ങേറുന്നുണ്ട്. അതിലൊന്നാണ് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBSE എക്സാമിൽ നടക്കുന്ന ക്രമക്കേടുകൾ, രാം മന്ദിറിലെ കൊള്ള, അതുപോലെ തന്നെ E20 എഥനോൾ പെട്രോളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും. കേന്ദ്ര സർക്കാരിനെ അടിക്കാനുള്ള നല്ലൊരു വടിയായി ഉപയോഗിക്കേണ്ട ആയുധങ്ങളായിരുന്നു ഇവയെല്ലാം. പക്ഷെ ഈ സമയങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എവിടെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ രാഹുൽ ഗാന്ധി നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്നത് പ്രത്യേകതയാണ്. എവിടെയായിരുന്നു രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധി വിദേശ പര്യടനത്തിലായിരുന്നു. ഒരാൾ വിദേശത്തേക്ക് പോകുന്നതിലോ അല്ലെങ്കിൽ ഒരാൾ വിനോദത്തിന് പോകുന്നതിലോ തെറ്റില്ല. പക്ഷെ രാഹുൽ ഗാന്ധി എപ്പോഴും ഇത്തരത്തിലുള്ള വിദേശ യാത്രകൾ നടത്തുന്ന സമയമാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു മുമ്പും അദ്ദേഹം വിദേശയാത്രകൾ ഇതുപോലെ പോയപ്പോൾ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കേണ്ട കാര്യങ്ങൾ ഇവിടെ നടക്കുകയായിരുന്നു. ഇപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വർഗീയ ധ്രുവീകരണം നടത്തി ഭരണത്തിലേക്ക് വരുന്ന ഫാസിസ്റ്റ് സർക്കാരിനെതിരെ പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ അടിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമായിരുന്നു അവർ ബാബറി മസ്ജിദ് പൊളിച്ചു കൊണ്ടുവന്ന രാമക്ഷേത്രം, അവിടെ നടന്ന കൊള്ള. പക്ഷെ അതിനെ ഒരു ആയുധമാക്കാൻ കോൺഗ്രസിനോ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കോ കഴിഞ്ഞിട്ടില്ല. അതിനെ എന്തെങ്കിലും തരത്തിൽ ഉപയോഗിച്ചത് SP-യുടെ അഖിലേഷ് യാദവ് മാത്രമാണ്. അദ്ദേഹമാണ് ആദ്യമായി രാമക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടെന്ന് പോലും ചൂണ്ടിക്കാണിച്ചത്. BJP സർക്കാരിനെ ഇത്രയും പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന മറ്റൊരായുധം ഇനി കിട്ടുമോ എന്ന് പോലും സംശയമാണ്. പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് അത് ഉപയോഗിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, ഇതിനെതിരെ അദ്ദേഹം പ്രതികരിച്ചത് 2 ട്വീറ്റ് എന്തോ ഇട്ടുകൊണ്ടാണ്. എന്നാൽ CJP പോലത്തെ യുവജന സംഘടനകൾ ജന്തർ മന്ദിറിൽ ദിവസങ്ങളോളം നീളുന്ന പ്രതിഷേധമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി നടത്തുന്നത്. സോനം വാങ്ചുക് അടക്കമുള്ളവർ 20 ദിവസമായി നിരാഹാരം കിടക്കുകയാണ്. ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കളായ KK ശൈലജ, രാജീവ്, MA ബേബി, AA റഹീം, ബാലഗോപാൽ എന്നിവരടക്കം CJP-യുടെയും സോനം വാങ്ചുക്കിന്റെയും പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം അർപ്പിക്കാൻ അവിടെ എത്തിയിരുന്നു. പക്ഷെ രാഹുൽ ഗാന്ധിയെ ആ ഭാഗത്തേക്കൊന്നും കണ്ടില്ല. കാരണം അദ്ദേഹം ടൂറിലാണ്. അതുപോലെ തന്നെയാണ് E20 പെട്രോൾ സ്കാം. അത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കിടയിൽ പോലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ പോലും ഒരു ആയുധമാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. കാരണം അദ്ദേഹം രാജ്യത്ത് ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ ഇവിടെ ഇല്ല എന്നതാണ് സത്യം. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ആളുകൾ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൽ നിന്ന് ചില ഉത്തരവാദിത്തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പോഴുള്ള ആക്ഷേപം. BJP എപ്പോഴൊക്കെ പ്രതിരോധത്തിലാവുന്നു അപ്പോഴെല്ലാം രാഹുൽ ഗാന്ധിയെ കാണാതാകുന്നു. അത് BJPക്ക് ഉപയോഗമാകുന്നു എന്നാണ് വിമർശകർ തന്നെ പറയുന്നത്. രാഹുൽ ഗാന്ധി വോട്ട് ചോറി എന്നൊരു സംഭവം കൊണ്ടുവന്നു. അതിന്റെ ഫോളോ അപ്പ് പിന്നെ എന്താണ്? ഒന്നുമില്ല. അദ്ദേഹം പാർലമെന്റിൽ മുൻ സൈനിക ഉദ്യോഗസ്ഥനായ നരവനയുടെ പുസ്തകം ഉയർത്തിക്കാട്ടി ഒരു വിവാദം കൊണ്ടുവന്നിരുന്നു. അതിന്റെ ഫോളോ അപ്പ് എന്താണ്? രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളൊന്നും അടിത്തട്ടിലെ മനുഷ്യരിലേക്ക് എത്തുന്നില്ല എന്നത് സത്യം തന്നെയാണ്. ഇപ്പോഴും BJP പ്രതിരോധത്തിലാകുന്ന ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ ഉള്ളപ്പോഴും രാഹുൽ ഗാന്ധി വിദേശ യാത്ര കഴിഞ്ഞ് വന്നതേയുള്ളൂ. ഇനി അദ്ദേഹം നാളെ മുതൽ ഈ ഭാഗങ്ങളെല്ലാം സന്ദർശിക്കും. അദ്ദേഹത്തിന്റെ PR ടീം ഇതെല്ലാം വീഡിയോ ആക്കി പ്രചരിപ്പിക്കുകയും രാഹുൽ ഗാന്ധി നാളത്തെ പ്രതീക്ഷയാണ് വീണ്ടും പറയുകയും ചെയ്യും. പിന്നീട് അദ്ദേഹത്തെ വീണ്ടും ഇതുപോലെ കാണാതാകും.